ഹലോ, ഈദ് മുബാറക്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഈദ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണിൻ്റെ മസാലയും അതുപോലെ തന്നെ പുഡിങ്ങും രാത്രി ആക്കി വെക്കായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മസാലക്കറിയും ഭയങ്കര ഇഷ്ടം. അതേപോലെ തന്നെ നമ്മൾ ബിരിയാണിൻ്റെ മസാല ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ രാത്രി അതാണ് കഴിക്കാറ്. അപ്പോൾ നമ്മളിന്ന് ഈദിന് ഒരു ഫുൾ വീഡിയോ തന്നെ എടുക്കാമെന്ന് വെച്ചാൽ ഒരു ലോങ് വീഡിയോ. എത്ര ലോങ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നെ കഴിയുന്ന എത്ര ഞാൻ ലോങ് ആക്കാൻ നോക്കും. ആൻഡ് ഇന്ന് ഇവിടെ ഈദാണ്. നമ്മൾ രാവിലെ എണീച്ച് നിസ്കരിച്ചിട്ടുണ്ടായി. അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ബിക്കോസ് ഉമ്മ നിസ്കരിക്കാൻ പോയപ്പോൾ ഉമ്മാൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കും. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വിൽ ടേൺ ഗുഡ്. എൻ്റെ ഔട്ട്ഫിറ്റ് പോലും നേരാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയുക, തുടക്കം മാത്രമേ ചെയ്തിട്ടില്ല. എല്ലാം എനിക്കിങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. തന്നെയായിരുന്നു ബിരിയാണിയുടെ മസാലക്കറിയായിരുന്നു നമ്മൾ രാവിലത്തെ ഫുഡായിട്ട് കഴിക്കല്. എനിക്കിത് ബീഫിൻ്റെ ആടിൻ്റെ ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ കറി തന്നെയായിരുന്നു നമ്മൾ. അതിൻ്റെ മസാലക്കറിയാണ് നമ്മൾ മെയിൻലി. മസാലക്കറിയും ഫുഡും തന്നെയാണ് എൻ്റെ വീട്ടിൽ അധികം പെരുമാറുന്നുണ്ടാവില്ല. ആൻഡ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല പുട്ടും അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ആക്കിയ മസാലക്കറിയായിരുന്നു. എപ്പോൾ എല്ലാ പെരുന്നാൾക്കും അത് തന്നെ ഉണ്ടായിരുന്നു. പെരുന്നാൾക്ക് മാത്രം കിട്ടുന്ന ഒരു 2 ഫുഡ് ഐറ്റംസാണ്. പുട്ടല്ല, കറി. നമ്മൾ 2 കറി ഉണ്ടാക്കും, ഈ മസാലക്കറി ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഇതുവരായിട്ട് പെരുന്നാളായിട്ട് മുളക് കറി കൂട്ടിയിട്ടില്ല. എനിക്ക് എപ്പോൾ മസാലക്കറി തന്നെയാണ് ഇഷ്ടം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ടച്ച് പോലെ ലിപ്സ്റ്റിക്ക് മാത്രമേ ചെയ്യുന്നില്ലോ, ലിപ്പിൻ്റെത് മാത്രം. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ ഒരു ഈവനിങ് ആകുമ്പോൾ അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അപ്പുറം പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നില്ലാണ്ട് പോകുന്നതിനും കേട്ടിട്ട് എന്നും കിട്ടിട്ട് പോകുന്നതുകൊണ്ട് ജസ്റ്റ് കുറച്ച് എന്നും കിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ വിഷ്കേറിൻ്റെ ഈ ഒരു ലിബാമായിട്ട് വിഷ്കേറിൻ്റെയാണത് ഞാൻ ചെയ്യുന്നത് ഈ ഒരു മാസം. ഇത് ഞാൻ കുറേ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആരും നോക്കില്ല, ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തെങ്കിൽ ഇപ്പോഴും ആവശ്യം ഉണ്ടായിരുന്നു വേറെ ഒരു ഇതിനും. അപ്പോൾ ഞാൻ 2 ഷെയ്ഡ് നമ്പർ എടുത്തത്. ഞാൻ ലിബാം ഇട്ടുകൊണ്ടാറില്ല, പക്ഷെ ഇത് വരയുന്നില്ല. ഞാൻ ഷെയ്ഡ് വേണം കാണിച്ചതാണ്. ഞാനെൻ്റെ ഷാർപ്നറില്ലേ വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ ഇത് കഴിയാനായി. ലിബാം ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്, പക്ഷെ എനിക്ക് ഇതിലങ്ങനെ വലിയ തോന്നിയില്ലായിട്ടാണ്. പിന്നെ ഇതിനെപ്പറ്റി അറിയില്ല, പക്ഷെ ഞാൻ കുറേ ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഫേസ് സ്കാനറിൻ്റെ കംഫർട്ട് മാറ്റ് വാവ് ലിപ്സ്റ്റിക്. നമ്മൾ ഈ ഒരു ഷെയ്ഡും കൂടി ന്യൂഡ് പേഴ്സണേ അല്ലായിരുന്നു. ന്യൂഡ് ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു, പക്ഷേ ഈ ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നു, പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ഓൺലൈനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിയാണെങ്കിൽ ഫ്ലിപ്കാർട്ടാന്ന് തോന്നുന്നു. വാങ്ങിച്ചിട്ട് ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ കൂടെ ഇതൊരു സെറ്റാണ്, ഈ ഒരു കാതില നമ്മളെ കസിൻ്റെ. വാ, നമുക്ക് കുറച്ച് പെരുന്നാൾ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ട് നമ്മൾ നേരെ ബിരിയാണി കഴിക്കാനായിരുന്നു പോയത്. നമ്മൾ പോയി വെച്ചാൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ആക്കണം. എത്ര ഫുഡ് കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നമുക്ക് ഒരു കസിൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ടായിരുന്നു രാത്രിയത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈദുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.